എല്ലാവർക്കും KL36 വ്ലോഗറിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഫോൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇനി ഇത് അൺബോക്സ് ചെയ്യണം. നമ്മൾ ബുക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്മിയുടെ എന്ന് വെച്ചാൽ സയോമിയുടെ റെഡ്മി എന്ന് പറഞ്ഞ മോഡൽ റെഡ്മി 6A ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തത് ആമസോൺ വഴിയാണ്. അപ്പോൾ ഇത് പൊട്ടിച്ച് നോക്കിയാലേ ഇവരെ സേഫ്റ്റി, ആമസോണിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾക്ക് എന്തോരം അവർ കീപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ അൺബോക്സിങ് കാണിക്കാനായിരിക്കും. ഫുൾ ഡീറ്റെയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി 6A. നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത് ബ്ലാക്ക് വേരിയൻ്റ് ആണ്. 2GB റാമും കൂടാതെ 60GB റോമും വരുന്ന നമുക്ക് ഫോണാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് 5.45 ഫുൾ HD ഡിസ്പ്ലേ ആണ് നമുക്ക് വരുന്നത്. പിന്നെ പ്രോസസർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലിയോ A22 കോർ പ്രോസസറാണ് നമുക്ക് ഇതിനകത്ത് വന്നത്. പിന്നെ ഇതിൻ്റെ ബാറ്ററി പറയുന്നത് 3000 mAh ബാറ്ററി നൽകുന്നുണ്ട് ഇവർ. പിന്നെ നമുക്ക് 13 MB റിയർ ക്യാമറ വരുന്നുണ്ട്, 5 MB ഫ്രണ്ട് ക്യാമറ നമുക്ക് വരുന്നുണ്ട്. അപ്പം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഫോൺ ഇതാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഫോണൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ ഉള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഒരു യൂസർ ഗൈഡാണ്. നമുക്ക് അപ്പോൾ ഫോൺ എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ സിം ഇടുന്നത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ ഇതിൽ കാണാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു വാറണ്ടി കാർഡാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ ഫോണിന് കമ്പനി 1 year വാറണ്ടിയാണ് നമുക്ക് നൽകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചാർജറിൻ്റെ ഒരു ചാർജർ നമുക്ക് കാണാം. ചാർജറിൻ്റെ കേബിളാണിത്. പിന്നെ ഇതിൽ നമ്മുടെ ചാർജർ അഡാപ്റ്റർ ഉണ്ട് നമുക്കിതിൽ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് തരുന്നുണ്ട് അവർ. ഒരു USB അഡാപ്റ്ററാണ് നമുക്ക്. ഇതിന് പവർ 1 ആണ്. പിന്നെ നമുക്ക് ഇതിനൊപ്പം തന്നെ ഒരു സിം ഇജക്റ്റഡ് നമുക്കൊരു പിന്ന് കാണാം. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ലുക്കിൽ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഡിസ്പ്ലേയിലൊക്കെ തോന്നുന്നുണ്ട്, ബോഡിയിലും തോന്നിക്കുന്നുണ്ട്. അത്യാവശ്യം തരക്കേടില്ല. അപ്പോൾ ഈ ബാക്കിലെ ഈ സ്റ്റിക്കർ നമുക്ക് റിമൂവ് ചെയ്യാം. അപ്പോൾ ലുക്കിൽ അത്യാവശ്യം നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നത് ആദ്യം ലുക്കിൽ തോന്നുന്നത് നമുക്കൊരു മെറ്റൽ ബോഡി പോലെ തോന്നുന്നുണ്ട്, പക്ഷേ ഒരു പ്ലാസ്റ്റിക് ബോഡിയാണ്, കോട്ടിംഗ് ആണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് 13 MP ക്യാമറയാണ്. അപ്പോൾ സിംഗിൾ ടോൺ LED ഫ്ലാഷാണ് ഉള്ളത്. ഡുവൽ ക്യാമറ തോന്നിക്കുമെങ്കിലും നമുക്ക് സിംഗിൾ ക്യാമാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാം 5 MB മെഗാപിക്സലാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റിസീവർ മേളിൽ കാണാം. പിന്നെ ഇതിൻ്റെ നമുക്ക് പഴയ റെഡ്മി ഫോണുകൾ കാണുന്ന പോലെ തന്നെ ബാക്കിലാണ് ഇതിൻ്റെ സ്പീക്കേഴ്സ് വരുന്നത്. പിന്നെ ഇതിൻ്റെ വശങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 കീസ് കാണാം. അതിൽ ഒരു കീ എന്ന് പറഞ്ഞാൽ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ആണ്, മറ്റേത് നമുക്ക് പവർ കീ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ താഴത്തേക്ക് വരാൻ നമുക്കൊരു USB പോർട്ട് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൈക്രോഫോൺ കാണാം. പിന്നെ മേളിലാണെങ്കിൽ നമുക്കൊരു 3.5 ഹെഡ്ഫോൺ ജാക്ക് സ്ലോട്ട് കാണാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു മൈക്രോഫോൺ ഉണ്ട്.
പിന്നെ ലെഫ്റ്റ് സൈഡിൽ വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് സിം ഇടാനുള്ള സ്ലോട്ടുകൾ രണ്ടെണ്ണം കാണാം. അപ്പോൾ രണ്ടെണ്ണം എന്തിനാണ് കൊടുത്തേക്കണമെന്ന് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്ലോട്ടിൽ നമുക്കൊരു നാനോ സിം ഇടാനുള്ള ഒരു സ്ലോട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു നമുക്ക് SD കാർഡ് കൂടി ഇടാൻ പറ്റുമായിരിക്കും. അതെ, ഇതിൽ നമുക്കൊരു SD കാർഡ് ഇടാം, പിന്നെ ഒരു നാനോ സിം കൂടി നമുക്ക് ഇതിനകത്ത് ഇടാം. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമുക്ക് പുതിയ ഫോണുകളിലൊന്നും ഇപ്പോൾ അധികം കാണാറില്ല, നമുക്ക് SD കാർഡ് ഉണ്ടാവാറില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറാസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു പിക്ചർ എടുത്ത് നോക്കാം, അതിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്, നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്, ക്യാമറ ഒക്കെ കിട്ടുന്നുണ്ട്. നമുക്ക് ആ ടൈൽസിൻ്റെ ഡോട്ട്സ് വരെ നമുക്ക് ഇതിൽ എടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഫേസ് ലോക്കർ വരുന്നത്. നമുക്ക് മറ്റു ഫോണുകളിൽ നമുക്ക് ഫിംഗർ ലോക്കുകളുണ്ട്, പക്ഷെ നമുക്ക് ഇതിനകത്ത് ഫിംഗർ ലോക്കില്ല. അതിന് പകരം ഇവരൊരു ഫേസ് ലോക്കർ നമുക്ക് ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു കാര്യം തന്നെയാണ്, നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് ഒരു ഫേസ് ലോക്ക് ഓപ്ഷൻ നമുക്കിവിടെ കാണാം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് 5999 രൂപ വാങ്ങാൻ പറ്റിയ ഒരു നല്ല ഫോണാണ് Xiaomiയുടെ Redmi 6A എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി അവർ തന്നിട്ടുണ്ട്. നമുക്ക് സ്പെസിഫിക്കേഷൻ ആണെങ്കിലും അത്യാവശ്യം ആ റേറ്റ് നമുക്ക് ബഡ്ജറ്റ് ഫോണുകളിൽ ഏറ്റവും നല്ല ഫോണാണ് Redmi 6A എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസങ്ങളിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.